പെട്ടെന്ന് പോയി നോട്ട് ബുക്കൊക്കെ മേടിച്ചില്ലെങ്കിൽ നല്ല നോട്ട് ബുക്കൊക്കെ നേരത്തെ വരുന്നവന്മാര് കൊണ്ടുപോട്ടോ. എന്നാ വാടാ ഒന്ന് പോയി നോക്കിയേറ്റ് വരാം. എനിക്ക് കൊറേ നോട്ട് ബുക്ക് വേണോടാ, ഒത്തിരി വിഷയം എഴുതാനുണ്ട്. എടാ ഏത് നോട്ട് ബുക്കാണോ വേണ്ടേ? അടിപൊളിയായിട്ട് അട്ടിയുള്ള എല്ലാ ബുക്കും ഇങ്ങെടുത്തോ. ആ ഇവിടെയല്ലേ മണ്ടത്തരം പറ്റുന്നേ. കമ്പനിക്കാരൊക്കെ പിള്ളേരെ പറ്റിക്കാൻ നല്ല അട്ടിയുള്ളതൊക്കെ ഇറക്കും. പിള്ളേര് കാണുന്നത് ഇതെല്ലാം പറക്കി വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ ചെന്ന് ബുക്ക് തുറന്നു നോക്കുമ്പോഴോ പേജ് പത്രക്കടലാസ് പോലെ ഇരിക്കും. ഒരു പേജിൽ എഴുതിയ 5 പേജ് മഷി കാണാം. ആ അത് ശരിയാടാ, വായിക്കാൻ പറ്റാത്തോണ്ട് എന്റെ നോട്ട് ബുക്കിന്റെ മൊത്തം പേജ് ഞാൻ മാറ്റി എഴുതിയായിരുന്നു. എടാ വലിയ നോട്ട് ബുക്ക് ഒന്നും എടുത്തേക്കല്ലേട്ടോ. അതിന്റെ പൊക്കം കാരണം ഏറ്റവും അടിയിലൊന്നും എഴുതാൻ പോലും പറ്റത്തില്ല. പിന്നെ ഒരാഴ്ച കൊണ്ട് ബാഗിലൊക്കെ എട്ടും മൂലയെല്ലാം കെട്ടുവെള്ളം പോലെ വളഞ്ഞിരിക്കും. എടാ പിന്നെ നോട്ട് ബുക്കിന്റെ പേജ് നമ്പറും വിലയും കൂടി ഒന്ന് തട്ടിച്ചു നോക്കണം കേട്ടോ. എന്നാ പിന്നെ ഒരു വലിയ അടിപൊളിയായിട്ടുള്ള നോട്ട് ബുക്കിൽ എല്ലാം എഴുതിയാ പോരെ? അതൊക്കെ നിന്റെ ടീച്ചർമാരോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു ടിപ്പുണ്ട്. ഒരു അട്ടി A4 പേപ്പർ അങ്ങ് മേടിച്ചിട്ട് ബൈൻഡ് ചെയ്യുന്നിടത്ത് കൊണ്ടു കൊടുത്താ നല്ല ഉങ്ക നോട്ട് ബുക്ക് കിട്ടും. ഇതിന്റെ ഒന്നും പകുതി വില പോലും ആവത്തുമില്ല. ബുക്ക് എഴുതില്ലേ, പെൻസിൽ നോക്കിയാലോ? യോടെ നല്ല അടിപൊളി പെൻസിൽ ദേ ഇരിക്കുന്നു, റബ്ബറുണ്ട്. അതിന് തെളിച്ചോണ്ടോന്ന് അറിയാനായിട്ട്. അതിലെന്നടാ എഴുതിയേക്കുന്നേ? ഇതിലൊന്നും എഴുതിയിട്ടില്ലടാ. എടാ അത് എടുക്കണ്ടാട്ടോ. ബുക്കിൽ അമർത്തി എഴുതിയാ പോലും തെളിച്ചുണ്ടാവില്ല. അപ്പൊ ഞാൻ നീ ഏത് പെൻസിലാണോ മേടിക്കുന്നത്? നിനക്ക് നല്ല തെളിച്ചം വേണ്ട എഴുതുമ്പോ? പിന്നെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ പെൻസിലിന്റെ പുറത്ത് HB-ന്നോ 2B-ന്നോ ഒക്കെ എഴുതിയത് എടുത്തോ. അതെന്താണ് അതെടുക്കാൻ പറഞ്ഞേ? ഇവിടെ പെൻസിലിന്റെ തെളിച്ചത്തിനനുസരിച്ച് അതിനോരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ ആവശ്യത്തിന് 2B ഒക്കെ മതി. പടം വരയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ കൂടിയത് എടുക്കണം. എന്നാ ഈ പ്രാവശ്യം ലെഡ് പെൻസിൽ എടുത്താലോ? പെൻസിൽ കൂർമ്മിക്കാതെ കാര്യം നടക്കൂലോ. ചെറിയ പിള്ളേര് സാധാരണ പെൻസിൽ ഉപയോഗിച്ചാലൊക്കെ മതിടാ. അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ലെഡ് ഒറ്റ ദിവസം കൊണ്ട് തീരും. ഓ അപ്പൊ പെൻസിൽ സെറ്റ്. ഇനി ഷാർപ്നറിന് വല്ല നമ്പറും ഉണ്ടോ ആവോ? നീയൊക്കെ കളിയാക്കിക്കോടാ. നല്ല സാധനം മേടിച്ചാലേ 1 കൊല്ലം ഉപയോഗിക്കാം. പിന്നെ 5 രൂപയുടെ ഷാർപ്നർ കൊണ്ടല്ലേ 1 കൊല്ലം ഉപയോഗിക്കാൻ പോണേ. എടാ ഷാർപ്പനർ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് മെറ്റലിന്റെ ഉണ്ട്. പ്ലാസ്റ്റിക്കിന്റെ വില ഒട്ടുമില്ല. പെട്ടെന്ന് മൂർച്ചയും പോയി പെൻസിലും ഒടിഞ്ഞു പോകും. കാര്യം പറഞ്ഞാൽ മെറ്റലിന്റെ ഷാർപ്പനർ ഇത്തിരി നല്ലതാ. പക്ഷെ വില ഇച്ചിരി കൂടുതലായതുകൊണ്ട് ആരും ആ ഭാഗത്തായിട്ട് അടുക്കാറ് പോലുമില്ല. എന്തായാലും ഞാൻ ആ ഭാഗത്തേക്കില്ല. നമുക്ക് 5 രൂപയൊക്കെ മതിയിടാവേ. നിനക്ക് മായ്ക്കാൻ ഈ പ്രാവശ്യം റബ്ബറൊന്നും വേണ്ടേ? പിന്നെ വേണ്ടേ. ഈ പ്രാവശ്യം ഞാൻ ക്യൂട്ട് റബ്ബറേ എടുക്കത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൂട്ടുകാർക്കെല്ലാം കളർഫുൾ റബ്ബറായിരുന്നു. എനിക്ക് മാത്രം പൊന്തം പോലെ നീളമുള്ള ഒരു വെള്ള റബ്ബറും. എടാ ആ റബ്ബർ ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ? അത് റോട്ടിലടിച്ചാലും തീരില്ലെന്നാ തോന്നുന്നേ. നീ പറയുന്ന റബ്ബർ കാണാനല്ലോ ക്യൂട്ട്നെസ് ഒക്കെ ഉള്ളൂ. അറിഞ്ഞൊന്ന് മായ്ച്ചാ കളർ പേപ്പറിലിരിക്കും. അതൊന്നും സാരമില്ല. അത് മാത്രല്ല മായ്ച്ച പേപ്പർ കീറിയാലും എഴുത്ത് പോവില്ല കേട്ടോ. ഓ എന്നാ ബോക്സിൽ വെക്കാൻ മാത്രം ഒരെണ്ണം മേടിക്കാന്നേ. മായ്ക്കാൻ വല്ല റബ്ബർ എടുക്കാം. എന്നെങ്കിലും ചെയ്യ്. പെട്ടെന്ന് വാ. പേന എടുത്തിട്ട് വേണം ബാഗ് മേടിക്കാൻ പോവാൻ. ജൽപേന വേണ്ടാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആ പേന ലീക്കായിട്ട് എന്റെ യൂണിഫോമും ബാഗും ബോക്സ് ഒക്കെ ചളായി. അല്ലേലും ജൽപേനൊന്നും എടുക്കണ്ട. ഈ മഴയത്ത് ജൽപേന ഉപയോഗിച്ചാ വായിക്കാൻ പോലും പറ്റത്തില്ല. എന്നാ ബോൾ പേന എടുക്കാലേ? ആ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ കളർഫുൾ ആയിട്ടുള്ള പേന മേടിച്ചാ മഷി തീരുന്ന അറിയില്ല കേട്ടോ. എന്നാ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മേടിക്കാം. അതുപോരെ? അതൊന്നും പോരാ. റീഫില്ലർ കിട്ടുന്ന പേനയൊക്കെ മേടിക്കണം. തീരുന്ന പേനയെല്ലാം കൂടി നമ്മൾ ഈ മണ്ണിട്ട് വലിച്ചെറിയല്ലടാ. നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നത് കുറയ്ക്കാലോ. അത് ശരിയാടാ. റീഫില്ലർ ആണെങ്കിൽ പിന്നെ ഒരു പേന മതിയല്ലോ. പിന്നെ ബ്ലൂ ഇങ്ക് മേടിക്കുന്നതായിരിക്കട്ടോ നല്ലത്. വായിക്കാനും കൈവശത്തിന് നോട്ടം കിട്ടാനും ഒക്കെ ബ്ലൂ ആണ് നല്ലത്. എനിക്ക് കിട്ടിയ സ്കൂൾ ബാഗായിരുന്നു ബാഗ്. പറ പോലെ ഇരിക്കും. 4 പുസ്തകം വെക്കുമ്പോഴത്തേം ബാഗ് കയറി. പിന്നെ ചോറ്റുപാത്രം വെക്കണമെങ്കിൽ ഇടിച്ച് കയറ്റേണ്ടി വരും. അപ്പൊ എന്റെ ബാഗിന് എന്നായിരുന്നു കുഴപ്പം? നീ കണ്ട സൂപ്പർ ഹീറോസിന്റെ ഒക്കെ പടമുള്ള സാധനം എടുക്കും. എന്നിട്ട് 2 ദിവസം കണ്ട് സിബും പോവും വള്ളിയും പൊട്ടും. പിന്നെ അപ്പം കൊണ്ടുവരുന്ന തയ്ച്ചങ്ങ് ഒപ്പിക്കും. എന്നാ ഈ പ്രാവശ്യം എന്റെ ബാഗ് നീ സെലക്ട് ചെയ്യ്. എടാ ബാഗ് എടുക്കുമ്പോ എന്ത് ഉപയോഗിക്കാനുള്ള സാധന നല്ല ക്വാളിറ്റി ഉള്ള എടുത്തില്ലെങ്കിൽ പണി വാളും. പിന്നെ ബാഗിൽ നമ്മുടെ ഓരോ സാധനങ്ങൾ ഇടാനുള്ള കള്ളി ഉണ്ടോന്നും കൂടി നോക്കണം. എടാ 2 വലിയ കള്ളിയുള്ള ബാഗ് പോരെ? ബുക്കൊക്കെ വെക്കാൻ അത് മതി. പിന്നെ ചോറ്റുപാത്രവും കൊടയും വെള്ളക്കുപ്പിയും ഒക്കെ വെക്കണ്ടേ. എടാ ഇതെന്നാണ് ഈ ബാഗിന്റെ പുറകിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നേ? അത് കൂടുതൽ വീർപ്പുള്ളവരെടുക്കുന്നത് നന്നായിരിക്കൂടാ. ഓ അതിനുള്ളതായിരുന്നല്ലേ. എടാ ഇനി ബാക്കി സാധനങ്ങളോ? അതൊക്കെ സ്കൂൾ ഓർക്കട്ടാ. അത് കഴിഞ്ഞിട്ട് വരാന്നേ.